പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ ആത്മഹത്യയിൽ പല ചോദ്യങ്ങൾക്കും ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. പത്തനംതിട്ട ചുട്ടിപ്പാറ കോളേജിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നുമുണ്ട്. ഇന്നലെ ഒരു വെളിപ്പെടുത്തൽ കൂടി വന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്റെ മകൾക്ക് മാനസിക പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്നാണ് പൂർവ്വ വിദ്യാർത്ഥിയുടെ അമ്മ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. പഠനകാലത്ത് ജാതി വിവേചനം നേരിട്ടതായി കോളേജിലെ മുൻ വിദ്യാർത്ഥിയും പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ഇയർ ചെന്നപ്പോൾ തന്നെ ഇമോഷണലി വളരെ പേടിച്ചു പോയ ഒരു കോളേജാണ്. എനിക്ക് അവിടുത്തെ സാറിനെ, ടീച്ചേഴ്സിനെ എല്ലാവരും എനിക്ക് പേടിയാണ്. എൻ്റെ വീട്ടുകാർ പ്രതികരിക്കാൻ നിന്നാലും അവരോടുള്ള പേടി നിമിത്തം ഞാനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു. ഓണത്തിൻ്റെ സെലിബ്രേഷൻ്റെ സമയത്ത് സെക്കൻഡ് ഇയറിലെ ക്ലാസ് ടീച്ചർ വന്നിട്ട് എന്നോട് പറഞ്ഞു, മെർലിൻ നാളെ സെലിബ്രേഷൻ ഒന്നുമില്ല, കുട്ടി നാളെ വരണം, വിത്ത് യൂണിഫോമിൽ വരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ലൈബ്രറിയിൽ എന്നെ ഇരുത്തി. പാത്വേയിൽ കൂടെ പോകുന്നവരാരും എന്നെ കാണാതിരിക്കാൻ എന്നെ വെന്റിലേഷനിൽ ഇരുത്തിയ ശേഷം എന്നെ ഒരുപാട് വഴക്ക് പറയുകയും ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഞാൻ അവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടി പുറത്തുനിന്ന് പൂട്ടിയിട്ട് സാറും മറ്റുള്ള അധ്യാപകരും ലൈബ്രറിയൻ ഉൾപ്പെടെ മുകളിലത്തെ നിലയിൽ പോയി അവിടെ ആഘോഷിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു. എന്നോട് പല ടീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ട്, കുട്ടിക്ക് ഇത് പറ്റത്തില്ലെങ്കിൽ കുട്ടി ഇട്ടിട്ട് പോകണം, കുട്ടിയെ പോലെ ഇത്രയും കുട്ടികളുണ്ടായിരുന്ന ഇത്രയും കുട്ടികളെ അപേക്ഷിച്ച ഒരു സീറ്റിലാണ് കുട്ടി ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ക്ലിനിക്കലി ആങ്സൈറ്റി ഡയഗ്നോസ്ഡ് ആയി. അർദ്ധരാത്രിയോളം ഇരുന്ന് എഴുതി എല്ലാം വെച്ച് പിറ്റേന്ന് അത് പ്രസന്റ് ചെയ്യുമ്പം അത് റൂഡായിട്ട് അതെല്ലാം വലിച്ചു കീറി എടുത്തു കളഞ്ഞ് 10 പേഷ്യൻസ് നിൽക്കുവാണെങ്കിൽ അവരുടെ മുന്നിൽ നമ്മളെ വെച്ച് നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറി. അതൊക്കെ എനിക്ക് ഭയങ്കര ഷോക്കും അവരോടൊക്കെ ഉള്ളൊരു പേടിയും കൂടാനായിട്ടുള്ള കാരണമായി. ഇപ്പം മരണം സംഭവിച്ച കുട്ടിയുടെ ആ ഒരു അവസ്ഥ എനിക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും. കാരണം അതുപോലെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയ ഒരാളാണ്. ഒരു 4 ഇയേഴ്സോളം ഞാൻ അവിടെ ഡിപ്രഷനിൽ കൂടെ തന്നെയായിരുന്നു പോയത്. ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ. ഗുഡ് ഈവനിംഗ് ടി വി പ്രസാദ്. നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്, ഒരമ്മു ഇപ്പോൾ വിട പറഞ്ഞു പോയിരിക്കുന്നു. മറ്റൊരുവൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലൂടെ കടന്നു പോയെങ്കിലും എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ കുട്ടി ഇപ്പോഴും പിടിച്ചു നിൽക്കുകയാണ്. പക്ഷേ ഒരു ആൾക്കൂട്ടത്തിലേക്ക്, ആഘോഷത്തിലേക്ക് പോകാൻ കഴിയാത്തവണ്ണം അവളുടെ മനസ്സ് തകർന്നിരിക്കുന്നു എന്നാണ് അവൾ നമ്മളോട് പറയുന്നത്. ചുട്ടിപ്പാറ പോലെയുള്ള കോളേജുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഒരമ്മുവിൽ ഒതുങ്ങുന്നില്ലല്ലോ പ്രസാദ്. ഒരിക്കലുമില്ല സുജയ. ഗുഡ് ഈവനിങ് സുജയ. അമ്മുവിൻ്റെ അനുഭവത്തിന് ശേഷം അമ്മുവിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് നമ്മൾ തന്നെ 2 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലൊന്ന് ഇന്ന് രാവിലെ സുജയ തന്നെയാണ് ഉണ്ടായിരുന്നത്. ആ പെൺകുട്ടി ജാതി വിവേചനം നേരിട്ടു എന്നുള്ളതാണ്. ST വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. പഠിച്ച് മിടുക്കിയാവണമെന്ന് ആഗ്രഹിച്ച് അവിടെ എത്തിയാണ്. പക്ഷേ വളരെ മോശം അനുഭവം അധ്യാപകരിൽ നിന്നുണ്ടാകുന്നു. ഇന്നലെ ഒരു രക്ഷിതാവിൻ്റെ ശബ്ദ സംഭാഷണം നമ്മൾ കേട്ടു. ഇന്നലെ പ്രവീൺ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെയും വളരെ മോശമായി വിദ്യാർത്ഥികളോട് ഇടപെടുന്ന അധ്യാപകർ. ഈ ഒരൊറ്റ കോളേജിൽ നിന്ന് മാത്രം അമ്മുവടക്കം 3 കേസുകൾ പുറത്തേക്ക് വരുന്നു എന്നതാണ്. അതുപോലെ നിരവധി പേടിച്ചിപ്പോഴും പിന്മാറി നിൽക്കുന്നവർ, ഇത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതിൻ്റെ പേരിൽ പേടിച്ച് പിന്മാറുന്നവർ, ജോലിയിൽ തുടരണം അല്ലെങ്കിൽ ജോലി നേടണം എന്നുള്ളത് കൊണ്ട് പറയാൻ തയ്യാറായി വരാത്തവർ, അങ്ങനെ നിരവധി ആളുകളാണ് ആ കോളേജിലുള്ളത്. കാര്യമായി എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സുജയ. ഇത് ആ പറയുന്ന പത്തനംതിട്ടയിലെ ഈ ചുട്ടിപ്പാറ കോളേജിൻ്റെ മാത്രം കാര്യമല്ല. നമ്മുടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് ഹോസ്റ്റലുകളിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവിടുത്തെ അധ്യാപകർ, അവിടുത്തെ ഒരു പറ്റം വരുന്ന വിദ്യാർത്ഥികൾ, അവർ ചിലവരുടെ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക്, അതല്ലെങ്കിൽ പഠനം തുടരാൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ സിദ്ധാർത്ഥിൻ്റെ അനുഭവം, സിദ്ധാർത്ഥിൻ്റെ രക്ഷിതാക്കൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സിദ്ധാർത്ഥിൻ്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ആ കുട്ടിയെ അതിഭീകരമായി മർദ്ദിച്ചായിരുന്നു. യഥാർത്ഥത്തിൽ അതൊരു ആത്മഹത്യയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ ഒരു കൊലപാതകം തന്നെയാണ്. കാരണം മരണത്തിലേക്ക് നയിച്ചു വിട്ടതായിരുന്നു. ഇപ്പോൾ അമ്മു സജീബ്, കുറച്ചു നേരത്തെ പ്രണോയ്, അങ്ങനെ തുടങ്ങി നിരവധി ഇരകൾ ഉണ്ടാകുമ്പോഴും ഇതിന് കൃത്യമായി ഒരു സംവിധാനമുണ്ടാക്കി സധൈര്യം നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് പുറത്തിറങ്ങാനുള്ള ഒരു ആത്മവിശ്വാസമില്ലായ്മ അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും
വലിയ തോതിൽ ചർച്ച ചെയ്യുന്നു സമൂഹം. പക്ഷെ അതിനുശേഷം അതെല്ലാം മറന്നുപോകുന്നു, അടുത്തതുണ്ടാകുന്നു. അങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. സിദ്ധാർത്ഥിനെ നഷ്ടപ്പെടുന്നു, അമ്മു സജീവിനെ നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരുപക്ഷെ എന്തോ ഭാഗ്യത്തിന് ജീവിതം തിരിച്ചു. തീർച്ചയായും ടി വി പ്രസാദ് തുടരുക. നസീറ ചോദിക്കുന്നു, എങ്ങനെ വിശ്വസിച്ച് നമ്മൾ മക്കളെ പഠിക്കാൻ വിടും എന്ന്. പഠിക്കാനായി കോളേജിലേക്ക് വിടുന്ന കുട്ടിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി, അവൾ വിളിച്ച് കരഞ്ഞു പറയുമ്പോൾ ഇടപെടുന്ന മാതാപിതാക്കൾ, അവർക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നു. അമ്മുവുമായി രാവിലെ സംസാരിക്കുമ്പോഴും അവൾ എന്താണെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് മാത്രമാണ് ആ അച്ഛനും അമ്മയും അവളുടെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. അന്നത്തെ ദിവസം പകൽ ആ കോളേജിൽ, ആ ക്ലാസ് റൂമിൽ, ആ ക്യാമ്പസിൽ നടന്നത് എന്താണ്, അന്ന് ഹോസ്റ്റലിലെത്തിയ അമ്മുവിന് ശരിക്കും സംഭവിച്ചത് എന്താണ്, കാലിന് മാത്രം പരിക്കെന്നാണ് അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മു ഫോണിലൂടെ പറയുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? ചികിത്സ നൽകുന്നതിലുള്ള അമാന്തം ഉണ്ടാക്കിയതാണോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുകയാണ്. നമ്മൾ ഇത് ഈ വാർത്തയുടെ ഒക്കെ പിന്നാലെ തന്നെ പോവുകയും ചെയ്യും.